എന്തായാലും ചില ആളുകളുടെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ശരിക്കും സഹതാപം തോന്നും. അവർ കുൽസിതങ്ങളൊക്കെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യും. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ വിർജിനിറ്റി അത്ര വലിയ സംഭവമാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തോ സംഭവമുണ്ട്, എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. ആ അഭിപ്രായങ്ങളോട് വിയോജിച്ചുകൊണ്ട്, ആശയപരമായി വിയോജിച്ചുകൊണ്ട് ആരെങ്കിലും വീഡിയോ ചെയ്താൽ തന്നെ പറയും, ഞങ്ങളെ പേഴ്സണലി ടാർഗറ്റ് ചെയ്യുന്നേ, ഞങ്ങളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുന്നേ എന്ന്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. എന്നെ ഡീഫെയിം ചെയ്യാന്നുള്ള ഇന്റൻഷൻ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇത് പറഞ്ഞതിന്റെ തൊട്ടു പിറ്റേന്ന് തന്നെ ഇങ്ങനെ എതിരഭിപ്രായം പറഞ്ഞ ആളുകളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്തുകൊണ്ട്, മോശം പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ തന്തമാരെ വരെ വിളിച്ചുകൊണ്ട് വീഡിയോസും ചെയ്യും. ചീന വർത്താനേ വരൂ ചില സമയത്ത്. അതേ ആളുകൾ തന്നെ ഇങ്ങനെ എതിരഭിപ്രായം പറഞ്ഞ ആളുകളോട് പേഴ്സണൽ മെസ്സേജുകളിൽ പോയിട്ട് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം, ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലൊക്കെ വരുന്നതാണ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. അവർക്ക് തന്നെ അറിയാം കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്ത ആശയങ്ങളാണ് പറയുന്നത് എന്നുള്ളത് അറിയാം. നല്ല കാര്യം. ഇന്നലെ നടന്നെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു മാസ് റോളിലാട്ടം വന്നേ, അതൊക്കെ പോയി. എന്നിട്ടോ പിറ്റേന്ന് വന്നിട്ട് ഭയങ്കരമായ ഡയലോഗ് അടിയാണ്. അതെന്താ? ഇവർക്ക് ഞങ്ങളുടെ വീഡിയോസിന് ഭയമാണ് എന്നുള്ളത്. എന്റെ വാക്കുകളെ അവര് ഭയക്കുന്നു, അല്ലെങ്കിൽ അവരങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. എന്നിട്ട് ആരെയും പറയുന്നത് എതിരഭിപ്രായങ്ങൾ പറഞ്ഞ വീഡിയോസ് ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റുമായി പേഴ്സണൽ മെസ്സേജിൽ വന്ന ആൾക്കാരെന്ന് പറയുന്നത് ഞങ്ങളുടെ വീഡിയോസിന് ഇവർക്ക് ഭയമാണ് എന്നുള്ളത്. എന്റെ ഡാഡി പറഞ്ഞാലുണ്ടല്ലോ ഒറ്റടത്തിനെ പറഞ്ഞു വിടില്ലട്ടാ. അത് ഈ പേഴ്സണലി ഇങ്ങനെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടും തെറി പറഞ്ഞതുകൊണ്ടും തന്തക്ക് വിളിച്ചുകൊണ്ടൊന്നും അതൊരു മറുപടി ആകില്ല എന്നുള്ളത്, അത് നിങ്ങളുടെ നിലവാരം മാത്രമാണ് കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ആരെങ്കിലും കാണൂടാ ഈ തോർത്തിട്ട് കരയടാ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടക്കരച്ചിലിന് പോട്ടെ. എല്ലാരും ഇങ്ങോട്ട്